ഖുർആൻ അവതരിക്കപ്പെട്ട വിശുദ്ധ റമദാനിൽ ഖുർആൻ സന്ദേശങ്ങളുടെ പ്രചരണത്തിനും ഖുർആൻ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ദുബായ് ഗവൺമെന്റ് കഴിഞ്ഞ 20 വർഷമായി സംഘടിപ്പിച്ചു വരുന്ന 21ാമത് ഹോളി ഖുർആൻ അവാർഡ് പരിപാടിയോടനുബന്ധിച്ച് ദുബായ് ജാമിയ സഅദിയ ഇന്ത്യൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സന്തുലിത സമൂഹത്തിന് ഖുർആനിക ദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയും മലപ്പുറം മഅദീൻ അക്കാദമി ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി ബുധനാഴ്ച രാത്രി 10 മണിക്ക് കറാമ ഊദുമേത്തയിലെ അൽ നാസർ ലിഷർലാൻഡ് ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം നടത്തും. പരിപാടിയിൽ ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി പ്രതിനിധികൾ, UAE ഗവൺമെന്റ് പ്രതിനിധികൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതർ, സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖർ, പ്രാസ്ഥാനിക നേതാക്കൾ തുടങ്ങിയവർ അതിഥികളായി സംബന്ധിക്കുമെന്ന് ദുബായ് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ബന്ധപ്പെട്ടവർ അറിയിച്ചു. ദുബായ് ഔക്കാഫിന്റെ അംഗീകാരത്തോടു കൂടി 3 പതിറ്റാണ്ടിലധികമായി ദുബായ് പ്രവർത്തിക്കുന്ന ജാമിയ സഅദിയ ഇന്ത്യൻ സെന്റർ പ്രൈമറി സെക്കൻഡറി തലത്തിലുള്ള മദ്രസകൾ, മതപഠന ക്ലാസുകൾ, ഫാമിലി ഗൈഡൻസ് ഖുർആൻ പാരായണ വിശദീകരണ ക്ലാസുകൾ, ഇസ്ലാമിക് ലൈബ്രറി തുടങ്ങിയ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം റമദാനിൽ വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമത്തിൽ നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി പങ്കെടുക്കുന്നത്. പ്രഭാഷണം ശ്രവിക്കാൻ ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രഭാഷണ സ്ഥലത്തേക്ക് പ്രത്യേക വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും വാഹന സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിനായി 0550501502 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദുബായിൽ നടന്ന പത്രസമ്മേളനത്തിൽ അഹമ്മദ് മുസ്ലിയാർ മേൽപ്പറമ്പ്, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, അബ്ദുൽ കരീം തളങ്കര, ജമാൽ ഹാജി ചെങ്ങരോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ബിഗ് 40 മിഡിൽ ഈസ്റ്റ്, ദുബായ്.